തിരുവനന്തപുരത്ത് ഓഫീസ് മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു വിവാദം പൊട്ടിമുളച്ചിരിക്കുന്നു. നമുക്കറിയാം, വട്ടിയൂർക്കാവ് MLA ആണ് VK പ്രശാന്ത്. പ്രശാന്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് നഗരസഭയുടെ ബിൽഡിങ്ങിലാണ്. ആ ഓഫീസ് ഒഴിയണം അടിയന്തരമായി എന്നാണ് അവിടുത്തെ കൗൺസിലർ കൂടിയായ ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട് തലസ്ഥാനത്ത്. അല്പം മുമ്പ് VK പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഫോണിലൂടെയാണ് കൗൺസിലർ VK പ്രശാന്തിനോട് ഓഫീസ് മാറണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. ആ സമയത്ത് തന്നെ പ്രശാന്ത് ഓഫീസ് മാറില്ല എന്ന് വ്യക്തമാക്കിയെന്നാണ് മനസ്സിലാകുന്നത്. നഗരസഭയുടെ കെട്ടിടമാണെന്നും ഉടൻ ഒഴിയണമെന്നുമാണ് നോട്ടീസിൽ ആവശ്യമുയർന്നിരിക്കുന്നത്. എന്നാൽ നിലവിലുള്ള വാടക കരാർ തീരാതെ മാറാനാവില്ലെന്ന് പ്രശാന്ത് ശ്രീലേഖയെ അറിയിച്ചു. 2026 മാർച്ച് 31 വരെ പ്രശാന്ത് MLAക്ക് കെട്ടിടം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് 3 മാസത്തിന് ശേഷം ഒഴിയാം എന്നുള്ള നിലപാടിലാണ് പ്രശാന്തിന്റെ വാക്കുകളിലേക്ക്. സാമാന്യ നീതിയുടെ ലംഘനമാണ്. ജനാധിപത്യപരമായി ഒരു സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ നഗരസഭയുടെ കെട്ടിടത്തിൽ MLAയുടെ ഓഫീസും കൗൺസിലറുടെ ഓഫീസും കഴിഞ്ഞ 7 വർഷമായിട്ട് തുടരുകയാണ്. അപ്പോഴൊന്നും ഇല്ലാത്ത സൗകര്യക്കുറവ് ഇപ്പോഴും എങ്ങനെയാണ് വന്നത്? അപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെയാണ് കൗൺസിലർ എന്ന നിലയിൽ വിളിച്ചിട്ട് ആ ഓഫീസ് ഒഴിയണം, എന്റെ ഓഫീസിന് സൗകര്യക്കുറവാണ്, അതുകൊണ്ട് MLA ഒഴിഞ്ഞു തരണം എന്ന് പറയുകയാണ്. അപ്പൊ അത് മുകളിൽ നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ വിളി വന്നത് എന്നുള്ള കാര്യം ഇനിയിപ്പോൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ജനാധിപത്യപരമായി ഇതൊരു ശരിയായ രീതിയല്ല. ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിലാണ് നഗരസഭയിലെ 100 വാർഡ് കൌൺസിലർമാർക്കും ഓഫീസ് അനുവദിക്കാനും ഫർണിച്ചറും മറ്റു സംവിധാനങ്ങൾ അനുവദിക്കാനും ഒക്കെ തീരുമാനിച്ചത്. അപ്പോൾ നഗരസഭയുടെ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ വാടകയ്ക്കടക്കം എടുത്ത് പ്രവർത്തിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ എല്ലാ കൌൺസിലർമാരോടും, അത് LDF കൌൺസിലർമാർക്ക് മാത്രമല്ല 100 കൌൺസിലർമാർക്കും ആ സൗകര്യം കൊടുത്തതാണ്. അപ്പൊ ആ നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പൊ നിയമപരമായി മാർച്ച് വരെ ഞങ്ങൾക്ക് കാലാവധിയുണ്ട്. അതുവരെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനു മുമ്പ് ഒഴിപ്പിക്കൽ നടപടിയിലായിട്ട് മുന്നോട്ട് പോയാൽ നിയമപരമായി നേരിടും. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടുന്നു, കക്ഷിയെ വിളിച്ച് ഒഴിയണമെന്ന് പറയുന്നത് പോലെ ഇടപെടുന്നതായിട്ടാണെന്ന് സംശയമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇത് ഏതെങ്കിലും പ്രേരണയാൽ മാഡം വിളിച്ച് ആവശ്യപ്പെട്ടതാവാനാണ് വഴി. പക്ഷെ അത് ആ ഒരു ചിന്ത ഇല്ലാതെ പോയത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. എന്തായാലും അത് ബന്ധപ്പെട്ട നഗരസഭാധികാരികളും മറ്റും ആലോചിക്കട്ടെ. അതാണ് സാഹചര്യം. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ഇത് വല്ലാത്തൊരു പണിയാണ് BJP അവിടെ ആരംഭിച്ചിരിക്കുന്നത് തലസ്ഥാനത്ത്. അവർക്ക് അധികാരം ലഭിച്ചു. അതിനുശേഷം ഇപ്പോൾ കെട്ടിടം ഒഴിയണമെന്ന് MLAയോട് ആവശ്യപ്പെടുന്നു. MLA മാറുന്നില്ല. എന്ത് കാരണത്താലാണ് കെട്ടിടം ഒഴിയണമെന്ന്? വാടക കരാർ മാർച്ച് വരെ ഉണ്ടെന്നാണല്ലോ. ഇപ്പോൾ എന്ത് കാരണം പറഞ്ഞാണ് കെട്ടിടം ഒഴിയണമെന്ന് അവിടുത്തെ കൗൺസിലർ ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്? രഞ്ജിത്ത്, ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസമാണ് പെട്ടെന്ന് ഉണ്ടായത്. അതായത് ഈ ഒരു കെട്ടിടത്തിൽ സൗകര്യക്കുറവുണ്ട്, തനിക്ക് അവിടെ കൃത്യമായി പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യമില്ല. ഇത് നഗരസഭയുടെ കെട്ടിടമാണ്, അതുകൊണ്ട് തന്നെ ഇത് ഒഴിഞ്ഞു തരണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. അതായത് ഒരു കൗൺസിലർക്ക് അവിടെ നിന്നും കൃത്യമായി ഓഫീസും മറ്റും പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ലഭ്യമല്ല എന്നതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ഫോൺ വിളിയും ഒപ്പം തന്നെ ഈ ഒരു വലിയൊരു വിവാദം എന്ന രീതിയിൽ കാര്യങ്ങളിൽ കടന്നത്. ശ്രീലേഖയാണ് കഴിഞ്ഞ ദിവസം തന്നെ നേരിട്ട് വിളിച്ചത്. ഇതിൽ നോട്ടീസോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നാണ് VK പ്രശാന്ത് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഒരു കോർപ്പറേഷൻ ഭരണം ഏറ്റെടുത്ത് വളരെ കുറച്ച് ഒരു ദിവസം കഴിഞ്ഞെടുത്ത് BJP ഭരണത്തിലേറി ഒരു ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു ഉടൻ തന്നെ വിവാദം ഉടലെടുക്കുന്നത്. മാത്രമല്ല ഒരു VK പ്രശാന്ത് MLA ആണ്. ആ MLA ഓഫീസ് ഉടൻ തന്നെ ഒഴിയണമെന്ന് പറയുമ്പോൾ തന്നെ അധികം നമ്മൾ കേട്ടുകേൾവില്ലാത്തൊരു രീതിയാണ്. ഇതിൽ നോട്ടീസ് നൽകിയിട്ടില്ലെങ്കിൽ പോലും ഒരു നോട്ടീസ് നിയമ നടപടിയിലേക്ക് കടക്കുകയാണെന്നല്ലോ. അതായത് മേയറുടെ നേതൃത്വത്തിൽ ഐക്യകണ്ഠേനയുമായി ഒരു തീരുമാനമെടുക്കുകയാണ് ഈ കെട്ടിടം ഒഴിപ്പിക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മേയർക്ക് ഈ ഒരു MLAക്ക് അവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെയാണെങ്കിൽ അത് നിയമ പോരാട്ടത്തിൽ അടക്കം കടക്കുന്ന ഒരു സാഹചര്യം വരും. കാരണം 2026 മാർച്ച് വരെ ഈ ഒരു MLA കാലാവധി അവസാനിക്കുന്നത് വരെ ഇതിൽ എഗ്രിമെന്റ് ഉണ്ട് എന്നതാണ് VK പ്രശാന്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഇത് മുൻപ് തന്നെ 101 കൗൺസിലർമാർക്കും ഇത്തരത്തിൽ, അതായത് നഗരസഭാ കെട്ടിടം ഉണ്ട് എങ്കിൽ അവിടെയും അല്ലാത്ത രീതിയിലും സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നത് മുൻപ് തന്നെ എടുത്തൊരു തീരുമാനമാണ്. ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും അങ്ങനെ ഒരു സൗകര്യം ഒരുക്കി നൽകിയിട്ടുമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ LDF ഭരണകാലത്തടക്കം അവിടെ കൗൺസിലർ പ്രവർത്തിച്ചിരുന്നു എന്നതാണ്. അത് മാത്രമല്ല, പെട്ടെന്ന് ഇപ്പോൾ ഒരു സൗകര്യക്കുറവുണ്ടാകുന്നു. അതൊരു രാഷ്ട്രീയ പ്രേരിതമാണോ എന്നടക്കം VK പ്രശാന്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നിയമ പോരാട്ടത്തിലേക്കും ഒപ്പം തന്നെ കോർപ്പറേഷനിലെ അടുത്തൊരു വിവാദത്തിലേക്ക് അടക്കം കടക്കാൻ ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അതിൽ ഇനി ശ്രീലേഖയുടെ ഒരു പരസ്യ പ്രതികരണം വന്നിട്ടില്ല. ഇന്ന് തന്നെ അവർ പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങളെ നമ്മൾ ശ്രീലേഖയോട് ഫോണിൽ സംസാരിച്ചിരുന്നു സാരംഗ്. ശ്രീലേഖ 10:30 മണിക്ക് അവരുടെ ഓഫീസിലുണ്ടാകും. മാധ്യമങ്ങളെ ആ സമയത്ത് ഒരുമിച്ച് കാണാമെന്നാണ് പറയുന്നത്. തൽക്കാലം മറ്റു പ്രതികരണങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഇപ്പോൾ ശ്രീലേഖയുടെ ആവശ്യമാണ്. ഇതിനോട് BJPയുടെ നഗരസഭാ കൗൺസിൽ പ്രതികരിച്ചിട്ടുണ്ടോ?
നിലവിൽ അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടില്ല. കാരണം ഇത് പെട്ടെന്ന് ഉടലെടുത്തൊരു വിവാദം അല്ലെങ്കിൽ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി ഇതിൽ നിയമവശങ്ങളടക്കം പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കും പ്രതികരണങ്ങളടക്കം ഉണ്ടാക്കുക. വി കെ പ്രശാന്തിന്റെയും സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അല്പം മുമ്പാണ് ഈ വിഷയത്തിൽ വി കെ പ്രശാന്ത് MLA പ്രതികരിച്ചത്. MLAയുടെ ഓഫീസ് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവിൽ നഗരസഭാ മന്ദിരത്തിലാണ്, നഗരസഭയുടെ ബിൽഡിങ്ങിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ബിൽഡിങ്ങിൽ നിന്ന് ഒഴിയണമെന്നാണ് ഇപ്പോൾ MLAയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. MLA പ്രതികരിച്ചിരിക്കുന്നത് തൽക്കാലം താൻ ഒഴിയുന്നില്ല, തനിക്ക് കാലാവധി ബാക്കിയുണ്ട്, അതിനുശേഷം ഒഴിയാം എന്നുള്ളതാണ്. സാരംഗ് കേൾക്കാമോ? സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച തലസ്ഥാന നഗരിയിൽ ഒരു പുതിയ വിവാദം കൂടി പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സാരംഗ് തുടരാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഒരു കൃത്യമായ പ്രതികരണങ്ങളിലേക്ക് കടന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഫോണിലൂടെ അറിയിച്ചത് കൊണ്ട് തന്നെ ഒരു പേഴ്സണൽ കോൾ അല്ലെങ്കിൽ വ്യക്തിപരമായി വിളിച്ച് അറിയിച്ചു. കാരണം ഈ ഒരു അസൗകര്യമുണ്ട്, അവിടെ നിന്നും മാറണമെന്നൊരു രീതിയിൽ അറിയിപ്പ്, അതായത് ആവശ്യപ്പെടുന്ന രീതിയിലാണ്. ഇനി അത് രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമങ്ങളുടെ പ്രതികരണത്തിൽ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇനി നോട്ടീസ് അയക്കുന്നതടക്കം ഈ ഒരു കൗൺസിൽ യോഗത്തിലടക്കം ഇതിലൊരു തീരുമാനമെടുത്ത് ഐക്യകണ്ഠേന ആ തീരുമാനം പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ MLAക്ക് ഒഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് വീണ്ടും ഒരു രാഷ്ട്രീയ പോരിലേക്ക് കടക്കും. കാരണം അധികാരമേറ്റത് ഉടൻ തന്നെ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ MLAയോട് ഓഫീസ് ഒഴിയാൻ പറയുന്നു. ഒപ്പം ഈ ഒരു അധികാരം നഷ്ടപ്പെട്ട ഈ ഒരു അതടക്കം പഠനം നടത്തുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു കടന്നാക്രമണം നടക്കുന്നത്. അതിലടക്കം ഈ ഒരു രാഷ്ട്രീയ വിവാദമാകാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു BJP കൗൺസിലർമാരടക്കം, അതായത് മേയറടക്കമുള്ള പ്രതികരണങ്ങൾ കൂടുതൽ ഈ ഒരു വിഷയം പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലെ മറ്റ് നിയമവശങ്ങൾ അല്ലെങ്കിൽ ഇതിൽ എന്തുകൊണ്ടാണ് ഒഴിയാൻ പറഞ്ഞത്, അത് സൗകര്യക്കുറവ് മാത്രമാണോ അല്ലെങ്കിൽ ഇതിന് മറ്റെന്തെങ്കിലും ഒരു വശമുണ്ടോ എന്ന കാര്യം ശ്രീലേഖ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ മാത്രമായിരിക്കും വ്യക്തമാവുക. രഞ്ജിത്ത്, ഏതായാലും തിരുവനന്തപുരത്തെ പുതിയ രാഷ്ട്രീയ വിഭാഗത്തിൽ ശ്രീലേഖയുടെ മുഖ്യ കഥാപാത്രമായ ശ്രീലേഖയുടെ പ്രതികരണം 10:30 മണിയോടുകൂടി ലഭ്യമാകുമെന്ന് വേണം കരുതാൻ. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. നേരത്തെ വി കെ പ്രശാന്ത് ഈ വിഷയത്തിൽ ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചിരുന്നു. പ്രശാന്തിന്റെ വാക്കുകളിലേക്ക്. സാമാന്യ നീതിയുടെ ലംഘനമാണ്. ജനാധിപത്യപരമായി ഒരു സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ നഗരസഭയുടെ കെട്ടിടത്തിൽ MLAയുടെ ഓഫീസും കൗൺസിലറുടെ ഓഫീസും കഴിഞ്ഞ 7 വർഷമായിട്ട് തുടരുകയാണ്. അപ്പോഴൊന്നും ഇല്ലാത്ത സൗകര്യക്കുറവ് ഇപ്പോഴും എങ്ങനെയാണ് വന്നത്? അപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെയാണ് കൗൺസിലർ എന്ന നിലയിൽ വിളിച്ചിട്ട് ആ ഓഫീസ് ഒഴിയണം, എന്റെ ഓഫീസിന് സൗകര്യക്കുറവാണ്, അതുകൊണ്ട് MLA ഒഴിഞ്ഞു തരണം എന്ന് പറയുകയാണ്. അപ്പൊ അത് മുകളിൽ നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ വിളി വന്നത് എന്നുള്ള കാര്യം ഇനിയിപ്പോൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ജനാധിപത്യപരമായി ഇതൊരു ശരിയായ രീതിയല്ല. ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിലാണ് നഗരസഭയിലെ 100 വാർഡ് കൌൺസിലർമാർക്കും ഓഫീസ് അനുവദിക്കാനും ഫർണിച്ചറും മറ്റ് സംവിധാനങ്ങൾ അനുവദിക്കാനും ഒക്കെ തീരുമാനിച്ചത്. അപ്പോൾ നഗരസഭയുടെ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ വാടകയ്ക്കടക്കം എടുത്ത് പ്രവർത്തിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ എല്ലാ കൌൺസിലർമാരോടും, അത് LDF കൌൺസിലർമാർക്ക് മാത്രമല്ല 100 കൌൺസിലർമാർക്കും ആ സൗകര്യം കൊടുത്തതാണ്. അപ്പൊ ആ നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പൊ നിയമപരമായി മാർച്ച് വരെ ഞങ്ങൾക്ക് കാലാവധിയുണ്ട്, അതുവരെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനു മുമ്പ് ഒഴിപ്പിക്കൽ നടപടിയിലായിട്ട് മുന്നോട്ട് പോയാൽ നിയമപരമായി നേരിടും. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടുന്നു, കക്ഷിയെ വിളിച്ച് ഒഴിയണമെന്ന് പറയുന്നത് പോലെ ഇടപെടുന്നതായിട്ടാണെന്ന് സംശയമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇത് ഏതെങ്കിലും പ്രേരണയാൽ മാഡം വിളിച്ച് ആവശ്യപ്പെട്ടതാവാനാണ് വഴി. പക്ഷെ അത് ആ ഒരു ചിന്ത ഇല്ലാതെ പോയത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. എന്തായാലും അത് ബന്ധപ്പെട്ട നഗരസഭാ അധികാരികളും മറ്റും ആലോചിക്കട്ടെ.